എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗണിറ്റിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറ്റുന്നത്രയും ഷെയർ ചെയ്യുക. കാര്യം നമ്മൾ 25 വർഷത്തെ PSC ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മാത്സിൻ്റെ ഓരോ പോർഷൻ ബേസ്ഡ് നമ്മൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുറേയധികം സമയമെടുക്കും. കുറച്ച് സമയമെടുക്കും, നിങ്ങൾക്കും അറിയാം. അത് മാക്സിമം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് ഓരോ ആഴ്ചകളിലും ഓരോ 10 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 1 മണിക്കൂർ ദൈർഘ്യമുള്ള ക്വസ്റ്റ്യനോ ഒക്കെ ആക്കി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നിങ്ങളിത് മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയും നമുക്ക് മാക്സിമം ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടിയാൽ മാത്രമേ പിന്നീട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഇടാൻ പറ്റുകയുള്ളൂ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് സംശയമുണ്ടെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇട്ടേക്കുക. അത് നമ്മുടെ മെയിലിലേക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഇതിൽ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ എൻ്റെ നമ്പർ കിടപ്പുണ്ട്. വാട്സാപ്പ് മാത്രമേ ഉള്ളൂ. അത് ചെയ്താലും നമുക്കത് ചെയ്ത് നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ചില ക്വസ്റ്റിൻ്റെ ആൻസർ ഇങ്ങനെ വരുമോ എന്നൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റിൻ്റെയൊക്കെ തുടങ്ങാം. ചോദ്യം വായിക്കുക. 4/20 + 8/200 + 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഈ വന്നിരിക്കുന്ന ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഇയാളെല്ലാം നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൻ്റെ ദശാംശ രൂപം കണ്ടുപിടിച്ചിട്ട് അതെല്ലാം കൂടെ കൂട്ടണം. ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിനി അതിനകത്ത് ഓരോ ആളുകൾ കണ്ടുപിടിക്കാം. ആദ്യം 4/20 എടുക്കുക. വേണമെങ്കിൽ 4നെയും 20നെയും എനിക്ക് 5 കൊണ്ട് കട്ട് ചെയ്യാം. പക്ഷെ ഞാനിവിടെ 2 കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം 4നെ 2 കൊണ്ട് കട്ട് ചെയ്യും. 4 എത്ര പ്രാവശ്യം 2 ഉണ്ട്? 2. 20 എത്ര പ്രാവശ്യം ഉണ്ട്? 10 തവണ. അപ്പം 4/20 എന്ന് പറഞ്ഞാൽ 2/10 തുല്യമാണ്. മനസ്സിലായോ? എന്തിനാണ് ഈ താഴെ ഡിനോമിനേറ്ററിൽ 10 100 1000 എന്നൊക്കെ വന്നാൽ എന്താ അർത്ഥം? ഇപ്പോൾ 10 എന്നാണെങ്കിൽ 1 0 ഉണ്ട്. അപ്പോൾ ഒരു സ്ഥാനം മാറ്റി ആൻസർ എഴുതിയാൽ മതി. മനസ്സിലായോ? ഈ 100 എന്നാണ് വരുന്നതെങ്കിൽ 2 സ്ഥാനം മാറ്റണം, അല്ലേ? 1000 ആണെങ്കിൽ 3 സ്ഥാനം മാറ്റി കുത്തിട്ട് നമ്മൾ ആൻസർ എഴുതാം. അപ്പോൾ 2/10 എന്ന് വെച്ചാൽ എത്ര? ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് ഇവിടെ ഒരു സ്ഥാനം മാറ്റി കുത്തിരുമ്പോൾ ഇവിടെ വരും. കണ്ടോ? ദശാംശം ഇവിടെ വരും. അപ്പോൾ എത്ര? 0.2 നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ? ഒരു സ്ഥാനം മാറിയിട്ടുള്ളൂ. ഒരു സ്ഥാനമല്ലേ ഉള്ളൂ ദശാംശം. 1 0 ആകുമ്പോൾ ഒരു സ്ഥാനം. കണ്ടോ? ഒരു സ്ഥാനം മാറ്റി കുത്തിരണം. അതുകൊണ്ടാണ് ഞാൻ 4 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ 2 കൊണ്ട് കട്ട് ചെയ്യുന്ന കാര്യം എന്താ? ഡിനോമിനേറ്ററിൽ 10 എത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വീണ്ടും നമുക്ക് കട്ടി ചെറുതാക്കാം, പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടി വരും. അതിനേക്കാൾ നല്ലത് ഡിനോമിനേറ്ററിൽ 10 100 1000 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ദശാംശമാക്കാൻ വളരെ എളുപ്പമാണ്. അതേപോലെ തന്നെ 8/200 താഴെ നോക്കിക്കേ, 200 എന്നാണ്. 200നെ 2 കൊണ്ട് കട്ട് ചെയ്യുന്നത് നമുക്ക് 4, അപ്പോൾ 100 മാറും. അപ്പോൾ മുകളിൽ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. അങ്ങനെയാണ് 2 കൊണ്ട് കട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? 8നെ കട്ട് ചെയ്യുമ്പോൾ എത്ര ഇടും? 8ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 2 4 തവണ. 200 എത്ര പ്രാവശ്യം ഉണ്ട്? 100 തവണ. ഉണ്ടോ? 4/100 എന്ന് വന്നു. 4/100 ദശാംശം 2 സ്ഥാനം മാറണം. 2 സ്ഥാനം മാറ്റുമ്പോൾ കുഴപ്പം എന്താ? ഇവിടെ 4 എന്ന് പറയുന്ന ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുക്കും, അല്ലേ? ഇവിടെ ഒരു 0 കൂടി ഇട്ട് കൊടുത്തിട്ട് ദശാംശം കാണിക്കും. അങ്ങനെയാണ് 0.04 എന്ന് വന്നിരിക്കുന്നത്. കണ്ടോ? ഇതുപോലെ 32/2000. താഴെ നമുക്ക് എന്ത് ചെയ്യാം? 2000 നമുക്ക് എളുപ്പമാർഗ്ഗത്തിൽ 1000 ആക്കാം, അല്ലേ? 2 കൊണ്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ മുകളിൽ താഴെ 2 കൊണ്ട് കട്ട് ചെയ്യുന്നു. 32ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 32ൻ്റെ പകുതി പറഞ്ഞാൽ മതി, വലിയ എളുപ്പമാണ്. 2 കൊണ്ട് കട്ട് ചെയ്യാൻ പറയുമ്പോൾ പകുതി എടുത്താൽ മതി. 32ൻ്റെ പകുതി 16. 2000ൻ്റെ പകുതി എത്രയാ? 1000. കിട്ടിയോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 16/1000. 1000ന് എത്ര 0 ഉണ്ട്? ഇവിടെ 3 0 ഉണ്ട്, അല്ലേ? അപ്പോൾ എത്ര സ്ഥാനം മാറണം? 3 സ്ഥാനം മാറണം. ഇവിടെ 2 എണ്ണല്ലേ ഉള്ളൂ, 2 ഡിജിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 0 കൂടെ ഇട്ട് കൊടുത്തിട്ട് ദശാംശം കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 0.016 ഉണ്ട്. 3 സ്ഥാനം ഉണ്ടോ നോക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ദശാംശ രൂപം നമുക്ക് കിട്ടി. നമ്മുടെ ചോദ്യം ഒന്നുകൂടി ഞാൻ പറയണ്ട. നമ്മുടെ ചോദ്യം ഞാൻ ഇങ്ങോട്ട് ഒന്നുകൂടി എഴുതി. കണ്ടോ? 4/20 + 8/200 + 32/2000. ഇനി നമ്മളെ കണ്ടുപിടിച്ച് 4/20 എന്നുള്ള നമ്മൾ കണ്ടുപിടിച്ച വിലയുടെ കിടപ്പുണ്ടോ? ആ വില ഇട്ട് കൊടുത്ത് എത്രയാണ്? 0.200. ആ 3 സ്ഥാനമാക്കാൻ കാര്യം ഇവിടെ 3 സ്ഥാനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ 3 സ്ഥാനമാക്കി ബാക്കി 0 ഇട്ട് കാണിച്ചു കേട്ടോ. ഇവിടെ 0 ഇട്ട് കൊടുത്ത് എത്ര 0 വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, തെറ്റില്ല. വിലയ്ക്ക് വ്യത്യാസമില്ലാത്തതുകൊണ്ട് എത്ര 0 വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ 2 0 ഇട്ട് കൊടുത്ത് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ഈ ലാസ്റ്റ് കിടക്കുന്ന ആൾക്ക് 3 സ്ഥാനമുണ്ട്. അതുകൊണ്ട് എല്ലാത്തിനും 3 സ്ഥാനമാക്കി കാണിച്ചാൽ പെട്ടെന്ന് കൂട്ടാം. അപ്പോൾ 8/200 എന്ന് വെച്ചാൽ 0.4 എന്നാണ്. അപ്പോൾ അതിനൊരു 0 കൂടി ഇട്ട് കൊടുത്താൽ 0.040 എന്നൊക്കെ പറയാം. 32/100 എന്ന് വെച്ചാൽ ഇവിടെ കിടപ്പുണ്ടെന്ന് 3 സ്ഥാനം ഉണ്ട്. കണ്ടോ? ഇപ്പോൾ എല്ലാ ദശാംശങ്ങളും ഒരുപോലെ വന്നില്ലേ? നമുക്ക് കൂട്ടാം. പ്ലസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 0.00006 കൂട്ടുമ്പോൾ 6 എന്ന് കിട്ടും. ഉണ്ടോ? പിന്നെ 0 4 1 അപ്പോൾ എല്ലാം കൂടെ കൂട്ടുമ്പോൾ 5 എന്ന് കിട്ടും. ഉണ്ടോ?
പിന്നെ ഇവിടെ 2 എന്ന് കിട്ടും. കണ്ടോ, പെട്ടെന്ന് ആഡ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ, 2 എന്ന് കിട്ടിയില്ലേ. പിന്നെ ദശാംശമായിട്ട് 0 കാണിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ ഉണ്ട്. കണ്ടോ, എത്ര 0.256. നമ്മുടെ ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. 0.256 എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, ചോദ്യം വായിക്കുക. റൂട്ട് ഓഫ് 10 ഇൻറ്റു √2 ക്യൂബ് സ്ക്വയർ ഇൻറ്റു √5 ക്യൂബ് സ്ക്വയർ. ആ ക്വസ്റ്റ്യൻ്റെ അകത്ത് വന്നിരിക്കുന്ന റൂട്ട് എല്ലാം ശ്രദ്ധിക്കണം. ഒരു റൂട്ട് ഹോൾ റൂട്ടാണ്, ബാക്കി രണ്ടും ചെറിയ റൂട്ടുകളാണ്, രണ്ടും സെപ്പറേറ്റ് റൂട്ടുകളാണ്. നമുക്കിവിടെ അറിയേണ്ട 2-3 കാര്യങ്ങൾ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് 2-3 കൊച്ചു കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഞാനൊന്ന് പറഞ്ഞ ശേഷം നമുക്ക് പറയാം. നമ്മൾ എക്സ്പോണൻസ് ലോസ് എന്താണ്? a⁻m ഇൻറ്റു a⁻n എന്ന് വെച്ചാൽ എന്താണ്? a⁻m + n. ഫോർ എക്സാമ്പിളായിട്ട് പറയണമെങ്കിൽ 3⁻7 ഇൻറ്റു 3⁻2 എത്രയായിരിക്കാം? ആ 3 എന്ന് കാണിച്ചിട്ട് പവർ തമ്മിൽ പ്ലസ് ചെയ്യും. കണ്ടോ, 3⁻7 + 2 എന്ന് പറയുമ്പോൾ 3⁻9 ആണ് എൻ്റെ ആൻസർ. അതാണ് a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്ന ഇക്വേഷൻ. അതുപോലെ നമുക്ക് a⁻m ഡിവൈഡഡ് ബൈ a⁻n ആണെങ്കിലോ, ദറ്റ് ഈസ് a⁻m - n എന്നാണ്. പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ പവറുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. എക്സാമ്പിൾ നോക്കിക്കേ, 5⁻6 ഡിവൈഡഡ് ബൈ 5⁻4 എന്നാണെങ്കിൽ എന്ത് ചെയ്യണം? 5⁻6 - 4 എന്നാണ്. 5 എന്ന് കാണിച്ചിട്ട് പവർ തമ്മിൽ കണ്ടോ, 6 - 4. അപ്പോൾ എത്ര? 5⁻2 കണ്ടോ. എക്സാമ്പിൾ ആയതുകൊണ്ട് തന്നെ എക്സ്പാൻഡ് ചെയ്യാത്ത അത്ര മതി, 5⁻2 എന്ന് മതി. ഇനി മൂന്നാമത്തത് a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് വെച്ചാൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു a മാത്രമേ ഉള്ളൂ ഇവിടെ. 2 പവർ ഉണ്ട്. ഒരു പവർ m എന്നുണ്ട്, ആ m കഴിഞ്ഞിട്ട് ഒരു പവർ കൂടെ ഉണ്ട്. അങ്ങനെ ഒരാൾക്ക് തന്നെ 2 പവർ വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആ 2 പവറും കൂടെ ഇൻറ്റു ചെയ്യണം. കണ്ടോ, a⁻m ഇൻറ്റു n. ഫോർ എക്സാമ്പിൾ നോക്കി, 7⁻3 ദ ഹോൾ റൈസ് ടു 5 എന്ന് വന്നാൽ എന്ത് ചെയ്യണം? 7 ആ 3ഉം 5 പവറായ 3ഉം 5ഉം കൂടി ഇൻറ്റു ചെയ്യണം. എത്ര? 7⁻15. ഇതേ നിയമം തന്നെ നമുക്ക് ഒരു സ്ഥലത്തോട് ഉപയോഗിക്കണ്ട. ഈ പറഞ്ഞ ലോ തന്നെയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. എത്ര? √(x⁻m) എന്ന് വെച്ചാൽ എന്താണ്? റൂട്ടിൻ്റെ അർത്ഥം raised/2 എന്നാണ്, പവറിൻ്റെ പകുതി എന്നാണ്. അപ്പോൾ x⁻m എത്ര? m/2 എന്നാണ്. നമുക്കിത് വേണം, നമ്മൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യനകത്ത് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ √3⁸ ആണെങ്കിലോ എളുപ്പമാർഗം എന്താ? 3 ആ 8 എന്ന് പറയുന്ന ആളുടെ പകുതി മാത്രം എടുത്താൽ മതി. 3⁻4 എന്നാണ് എൻ്റെ അർത്ഥം. എന്നിട്ട് നമുക്ക് ചോദ്യത്തിലോട്ട് വന്നേ. നമ്മുടെ ചോദ്യം ഞാൻ വീണ്ടും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ചോദ്യം നമുക്ക് ആവശ്യമുള്ള ഇത്രയും മാത്രം ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണേ. ഇത്രയും മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. ഉണ്ടോ, എടുത്തു. ഇനി അതിനകത്ത് എന്താണ്? ആ റൂട്ട് അങ്ങനെ തന്നെ കാണിച്ചു, 10 അങ്ങനെ തന്നെ കാണിച്ചു, ഇൻറ്റു അങ്ങനെ തന്നെ കാണിച്ചു. ഇതുണ്ടോ, അത് കഴിഞ്ഞുള്ള റൂട്ട് അങ്ങനെ ചെറിയ റൂട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇത് നോക്കിക്കുന്നത്? ഇപ്പം നിങ്ങൾ പഠിച്ചൊരു ഇക്വേഷൻ അല്ലേ, a⁻m ദ ഹോൾ റൈസ് ടു n. 2 എന്ന് പറയുന്ന ആൾക്ക് 3 എന്ന് പറയുന്ന ഒരു പവറുണ്ട്, പിന്നെ ഒരു 2 എന്ന് പറയുന്ന പവറുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ആ പവർ തമ്മിൽ ഇൻറ്റു ചെയ്യണം. 2⁻2 ആ 3 ഇൻറ്റു 2 എത്ര? 6 എന്ന് വരും. മനസ്സിലായോ? ഇൻറ്റു വീണ്ടും റൂട്ട് കാണിച്ചു. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പറയാം, ഇവിടെ അങ്ങനെയൊക്കെ തന്നെ 5⁻3 ഇൻറ്റു 2 ഉണ്ടോ. അപ്പോൾ 3 ഇൻറ്റു കൂടി ഇൻറ്റു ചെയ്താൽ മതി. 5⁻6 എന്ന് വന്നു. കിട്ടിയോ? ഇനി എന്താണ്? വീണ്ടും ഞാൻ ആ റൂട്ട് കാണിക്കുന്നു. ആദ്യത്തെ ഉള്ള 10 കാണിച്ചു, ഇൻറ്റു കാണിച്ചു. ഇപ്പോൾ പഠിച്ചില്ലേ ഇതിൻ്റെ റൂട്ട് എടുക്കുന്ന എങ്ങനെ? 2⁻6 മാത്രമേ റൂട്ടുള്ളൂ. എന്താ പഠിപ്പിച്ചതെന്നാൽ ഇപ്പോൾ നേർ പകുതി പറഞ്ഞാൽ മതി എന്നല്ലേ. അപ്പോൾ 2⁻6 പകുതി എത്രയാണ്? 2⁻3 ഉണ്ടോ. റൂട്ട് എടുക്കാൻ പറയുമ്പോൾ പവറിൻ്റെ പകുതി എടുത്താൽ മതി. ഇൻറ്റു അതുപോലെ 5⁻6 റൂട്ട് എങ്ങനെ പറയും? അവിടെ അതിൻ്റെ പവറിൻ്റെ പകുതി പറഞ്ഞാൽ 5⁻3. ഇനി ഞാൻ ഒന്നുകൂടെ എഴുതുന്ന റൂട്ട് അങ്ങനെ തന്നെ കാണിക്കുന്നു, 10 അങ്ങനെ തന്നെ കാണിച്ചു, ഇൻറ്റു അങ്ങനെ തന്നെ കാണിച്ചു. നിങ്ങൾ ഇത് രണ്ട് ശ്രദ്ധിച്ചോ? ഇവിടെ 2⁻3 ആണ്, ഇവിടെ 5⁻3. രണ്ടുപേർക്കും ഒരേ പവറാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 2 ഇൻറ്റു 5 എന്ന് കാണിച്ചിട്ട് ഈ 2ഉം 5ഉം കൂടി ഇൻറ്റു ആയിട്ട് ആ 3 കോമൺ ആയിട്ടുള്ള 3 പുറത്ത് കാണിച്ചാൽ മതി. രണ്ടിൻ്റെയും പവർ 3 ആയതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന കണ്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമ്മൾ ഇക്വേഷൻ പറഞ്ഞു, 10 അങ്ങനെ തന്നെ കണ്ടോ. 2 ഇൻറ്റു 5 എന്ന് വെച്ചാൽ 10 അല്ലേ ഇവിടെ. ഈ 2 ഇൻറ്റു 5 10 അല്ലേ. അപ്പോൾ 10⁻3 എന്ന് വരത്തില്ലേ? കിട്ടി. ഇനി എന്താണ്? ഇവിടെ 10⁻3 വെറുതെ 10 കാണിച്ചാൽ പവർ 1 ആണ്. അപ്പം a⁻m ഇൻറ്റു a⁻n a⁻m + n ആണ്. അപ്പോൾ എങ്ങനെ പറയാം? ഈ 10⁻3 10⁻1 കൂടി ചേരുമ്പോൾ 10⁻4 എന്നാവും. മനസ്സിലായോ? ഇനി എന്താണ്? വീണ്ടും 10⁻4 റൂട്ട് എടുക്കാനല്ലേ പറഞ്ഞേ. റൂട്ട് എടുക്കാൻ ഇപ്പോൾ പഠിച്ചില്ലേ എങ്ങനെയാണ്? ആ പവറിൻ്റെ പകുതി കാണിച്ചാൽ മതി. അപ്പോൾ 10⁻2 എന്നായി ആൻസർ. 10⁻2 എന്ന് വെച്ചാൽ എത്രയാണ്? 100. ഇവിടെ കിടപ്പുണ്ടോ? സി ഓപ്ഷൻ നോക്കിക്കേ, 100 എന്ന് കിടക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.
ചോദ്യം വായിക്കുക. 3 × 10 പ്ലസ് 5 × 1 പ്ലസ് 8/10 പ്ലസ് 3/100. ഇവിടെ നമ്മൾ ബോഡ് മാസ് എന്ന് പറയുന്ന ഒരു വസ്തുത പഠിച്ചതാണ്, അതിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ അഡീഷനും സബ്ട്രാക്ഷനൊക്കെ അവസാനം ചെയ്യാം. BODMAS എന്ന് പറയുന്ന ബോഡ് മാസ് എന്താണെന്ന് അറിയാമല്ലോ. ബോഡ് മാസ് എന്ന് വെച്ചാൽ ആദ്യം ബ്രാക്കറ്റ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, അത് കഴിഞ്ഞ് ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ വേണം കണക്ക് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനൊക്കെ ഒരുമിച്ച് ചെയ്താൽ വലിയ കുഴപ്പമില്ല ഈ ചോദ്യത്തിനകത്ത്. അപ്പോൾ ഞാനിവിടെ ആദ്യം ചോദ്യം കൊണ്ട് എഴുതി വെച്ചു. ഉണ്ടല്ലോ, നമ്മുടെ ഈ ചോദ്യമാണ് ഞാൻ എഴുതിയത്. ഇതിനകത്ത് ഞാൻ ആദ്യം ഈ 3 × 10 എന്നുള്ളത് ഞാൻ അങ്ങോട്ട് കാണിക്കുന്നു. 3 × 10 എത്ര? 30. 5 × 1 എത്രയാ? 5 പ്ലസ് ഇട്ടിട്ട് 8/100 ഉണ്ടോ? 8/10. 10 കൊണ്ട് ഹരിക്കാൻ പറയുമ്പോൾ ഒരു സ്ഥാനം മാറ്റി, ഒരു 0 ഉള്ളപ്പോൾ ഒരു സ്ഥാനം മാറ്റി കുതിരണം. അപ്പോൾ 8നെ ഒരു സ്ഥാനം മാറ്റി കുതിരുമ്പോൾ എത്ര കിട്ടും? 0.8 പ്ലസ് ഇവിടെ 3/1000 ആണ്. 3/1000 3 0 ഉണ്ട്. അപ്പം ഈ 3 എത്ര സ്ഥാനം മാറ്റി കുതിരണം? 3 സ്ഥാനം മാറ്റി കുതിരണം. അപ്പോൾ ഒരു സ്ഥാനം ഉള്ളെങ്കിൽ 2 0 ഇവിടെ കൊടുത്തിട്ട് കുതിരണം. അപ്പോൾ 0.003 എന്ന് പറയും. ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് നേരിട്ട് അങ്ങോട്ട് കൂട്ടാവുന്ന കാര്യമേ ഉള്ളൂ. ഇനി അങ്ങനെയല്ല, യഥാർത്ഥം നിങ്ങൾക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ദശാംശം ഉണ്ടെങ്കിൽ എത്ര ദശാംശമുണ്ട്? 3 ദശാംശമുണ്ട്. അപ്പോൾ ഇതെല്ലാം 3 ദശാംശമായിട്ട് കാണിക്കണം. അതാണ് ഞാനിവിടെ 30 എന്നുള്ളത് 30.000 എന്ന് കാണിച്ചു. 5 എന്നുള്ളത് 5.000, പിന്നെ 0.8 എന്നുള്ളത് 0.800 ഉണ്ടോ, പിന്നെ 0.00. എപ്പോഴും ഓർത്തും ദശാംശങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ദശാംശം എല്ലാം ഇങ്ങനെ ഒരുപോലെ വരണം ഉണ്ടോ, എന്നിട്ടേ കൂട്ടാവുള്ളൂ. ഇന്നാണ് സാധാരണ പ്ലസ് ചെയ്യുന്ന പ്ലസ് ചെയ്താൽ മതി, വലിയ കാര്യമൊന്നുമില്ല. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടാം? ഇവിടെ 3 വരാം ഉണ്ടോ, 3 വരും. പിന്നെ ഇവിടെ 8 വരും ഉണ്ടോ, പിന്നെ 30 5 35. അപ്പോൾ 35.803 എന്ന് കിടപ്പുണ്ട്. നമ്മുടെ ഡി ഓപ്ഷൻ നോക്കിക്കേ. ഡി ഓപ്ഷൻ്റെ അത് 35.803 എന്നുണ്ട്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ചോദ്യം വായിക്കുക. റൂട്ട് ഓഫ് 3249 57 എന്ന് വെച്ചാൽ റൂട്ട് ഓഫ് 3249 57 ആണ്. എങ്കിൽ റൂട്ട് ഓഫ് 3249 പ്ലസ് റൂട്ട് ഓഫ് 32.49 പ്ലസ് റൂട്ട് ഓഫ് 324900 മൈനസ് റൂട്ട് ഓഫ് 0.3249 എത്ര? ഇത് പഠിക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പഠിപ്പിച്ചു തന്നു കഴിഞ്ഞാൽ പെട്ടെന്നായിരിക്കും. നമുക്കൊരു ചെറിയൊരു കാര്യം ഒന്ന് പഠിക്കാം. ആ പഠിക്കുന്ന കാര്യം മറ്റുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കാര്യം പറയാം. 1444. ഈ 1444 റൂട്ട് 38 ആണ്. എങ്കിൽ 1444 പിന്നെ ഒരു 4 0 കൂടെ ഉണ്ട്. ഇതിൻ്റെ റൂട്ട് എത്രയായിരിക്കും? എങ്ങനെ പറയാം? നമ്മൾ എടുക്കേണ്ട എത്രയേ ഉള്ളൂ. നമ്മൾക്കറിയാവുന്നത് ഈ 1444ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 38 ആണ്. അതിനുശേഷം ഇവിടെ എത്ര 0 ഉണ്ടെന്ന് നോക്കുക. 4 0 ഉണ്ട് അല്ലേ? അതിൻ്റെ നേർ പകുതി 0 ഇട്ട് കൊടുത്താൽ മതി. എത്ര 0? 2 0. അപ്പോൾ അവിടെ പ്രത്യേകം ഓർക്കണം, 0ൻ്റെ എണ്ണം ഇരട്ടസംഖ്യ അനുപാതമായിരിക്കണം. 2 0 4 0 6 0 8 0 ഇങ്ങനെ വരാവും. 3 0 വന്നു കഴിഞ്ഞാൽ അവിടെ ആൻസർ ഇല്ല, തെറ്റാണ്. അത് പൂർണ്ണവർഗമല്ല, വർഗ്ഗമൂലം കണ്ടുപിടിക്കാൻ പറ്റില്ല, ദശാംശമുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ആദ്യം എടുക്കേണ്ടത് 1444 റൂട്ട് എടുത്ത് 38. എത്ര 0 ഉണ്ടോ അതിൻ്റെ പകുതി. കിട്ടിയോ? ഓർമ്മ കൂടെ പറയാം. നോക്കി, 1444 00. വീണ്ടും പഴയ പോലെയൊക്കെ തന്നെ എങ്ങനെ പറയാം? ഈ 1444 എന്ന് വെച്ചാൽ എത്രയാണ്? 38. ഇവിടെ 2 0 ഉണ്ട്, അതിൻ്റെ പകുതി 1 0. മനസ്സിലായോ? അപ്പോൾ എത്രയാണോ 0ത്തിൻ്റെ എണ്ണം വരുന്നത് അതിന് നേർ പകുതി 0 വർഗ്ഗമൂലങ്ങൾ ഉപയോഗിക്കുക. ഇതുപോലെ ദശാംശങ്ങളിലും പറയാനുണ്ട് നമുക്ക്. ഒന്നുകൂടെ പറയാം. നമുക്കത് ഉണ്ടോ, റൂട്ട് ഓഫ് 1444 38 നമുക്കറിയാം. എങ്കിൽ റൂട്ട് ഓഫ് 14.44 എത്ര? ഇവിടെ നമ്മൾ 0ത്തിൻ്റെ എണ്ണമല്ല ദശാംശത്തിൻ്റെ എണ്ണമാണ് എടുക്കുന്നത്. ദശാംശത്തിൻ്റെ എണ്ണം ഇരട്ടസംഖ്യ അനുപാതമായിരിക്കണം. 2 ദശാംശ സ്ഥാനം, 4 ദശാംശ സ്ഥാനം, 6 ദശാംശം അങ്ങനെ ആയിരിക്കണം. 5 ദശാംശ സ്ഥാനമൊന്നും വന്നു കഴിഞ്ഞാൽ ആൻസർ ഇല്ല വർഗ്ഗമൂലങ്ങൾക്ക്. അപ്പോൾ 4 ദശാംശ സ്ഥാനങ്ങൾ അങ്ങനെയൊക്കെ വരാം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് വീണ്ടും പഴയ പോലെ ദശാംശം ഇല്ലാത്ത സെക്ഷൻ പറ. 1444 അതിൻ്റെ 38 നമുക്കറിയാം. ഇവിടെ എത്രയുണ്ട്? 2 ദശാംശ സ്ഥാനമുണ്ട് അല്ലേ? ദശാംശം കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. അതിൻ്റെ നേർ പകുതി 1 സ്ഥാനം എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടെ കൊണ്ട് ദശാംശം ഇട്ടാൽ കണ്ടോ എത്രയാണ്?
അവിടെ ദശാംശം കൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ? ആ ദശാംശമാണ് അവിടെ വേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് ദശാംശ സ്ഥാനം കാണിക്കുന്നത്. അപ്പോൾ എത്ര ദശാംശമില്ലാതെ സംഖ്യ എടുക്കുക, അതിൻ്റെ വർഗ്ഗമൂലം പറയുക, എത്ര ദശാംശമാണോ ചോദ്യത്തിലുള്ളത് അതിന് നേർ പകുതി ദശാംശം കാണിക്കുക. ഈ ചോദ്യം നോക്കിക്കേ, √0.001444 ഈക്വൽ ടു നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണ്? ഈ 1444 എന്ന് പറയുന്ന സംഖ്യ എടുക്കുക ദശാംശമില്ലാതെ, അയാളുടെ വർഗ്ഗമൂലം 38 എന്നാണ്. ഇനി ഇവിടുത്തെ ദശാംശം നോക്കിക്കേ, ഇവിടെ എത്ര ദശാംശ സ്ഥാനമുണ്ട്? 1 2 3 4 5 6 എണ്ണമുണ്ട്. 6 എണ്ണം ഉള്ളപ്പോൾ നമുക്ക് 6ൻ്റെ പകുതി എത്ര? 3 സ്ഥാനം മാറ്റി കുത്തിരണം. ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ? 2 സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ ഒരു 0 കൂടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ 3 സ്ഥാനമായേ. ഇനി അതിൻ്റെ അപ്പുറത്തുകൊണ്ട് ദശാംശം ഇട്ട് കൊടുത്തേക്ക്, കണ്ടോ? 0.038. ഇപ്പോൾ എത്ര ദശാംശ സ്ഥാനമാണ്? എൻ്റെ പകുതി. നമുക്ക് അത്രയും സ്ഥാനങ്ങളില്ലെങ്കിൽ 0 കൂടെ ഇട്ടിട്ട് ദശാംശം ഇട്ട് കൊടുക്കുക. ഒരെണ്ണം കൂടെ പറയാം, √0.1444 ഉണ്ടോ? ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1444ൻ്റെ വർഗ്ഗമൂലം പറയുക. 38. ഇവിടെ 4 സ്ഥാനമാണുള്ളത്. അതിൻ്റെ പകുതി എത്ര? 2 സ്ഥാനം. അപ്പോൾ ഇവിടെ 2 സ്ഥാനമുണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ദശാംശം കാണിച്ചാൽ മാത്രം മതി. ഇത് കണ്ടോ? 0 എന്ന് കാണിച്ചാൽ മാത്രം മതി. ഇതറിയാമെങ്കിൽ നമ്മുടെ ചോദ്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. വേറെ ഒരുപാട് ഇതുപോലെ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ അതൊക്കെ ഇത് വരുന്നുണ്ട്. എങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ കണ്ടല്ലോ. ഇനി നമുക്ക് വേണ്ടതായ നമുക്ക് സിംപ്ലിഫിക്കേഷൻ ഇതാണ് കേട്ടോ. നമ്മുടെ സിംപ്ലിഫിക്കേഷൻ ഇതാണ്. അത് മാത്രം ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണേ. ഇനി പറ, ഇവിടെ 32 49 ദശാംശമൊന്നും ഇല്ലല്ലോ. അപ്പം നമുക്ക് 57 മാത്രം കാണിച്ചാൽ മതി കേട്ടോ. 57 കാണിച്ചു. ഇനി ഇവിടെ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം ദശാംശമുണ്ട്. അപ്പോൾ ഈ 57 തന്നെ എഴുതണം. ആ 2ൻ്റെ പകുതി ഒരു സ്ഥാനം മാറ്റി കുത്തിരണം. അപ്പോൾ ആൻസർ എത്ര വരും? 5.7 വരും. ഓക്കെ ആണേ. ഇതുപോലെ തന്നെ ഇവിടെയും 32 49 57 അല്ലേ? 32 49 എത്ര? 57. നമുക്കറിയാം 57 നമുക്കറിയാം. 57. ഇനി എത്ര ദശാംശമുണ്ട്? എത്ര പൂജ്യമുണ്ട്? 2 പൂജ്യം, അതിൻ്റെ ഒരു പകുതി അല്ലേ? അപ്പോൾ ഒരു പൂജ്യം കൂടി ഇട്ട് കൊടുക്കുമ്പോൾ 570 അവിടെ വരും. കിട്ടിയോ? മൈനസ് ഇവിടെ ഇതുപോലെ 32 49 എന്നുള്ളതിൻ്റെ വർഗ്ഗമൂലം 57. 4 ദശാംശം ഉള്ളപ്പോൾ നേർ പകുതി 2 ദശാംശം, അപ്പോൾ 0.57. കണ്ടോ? ആ നേരത്തെ പറഞ്ഞ നിയമം നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് ചെയ്യാൻ. ഇനി ഇത് കൂട്ടലും കുറക്കൽ മാത്രമേ ഉള്ളൂ. അതിന് എളുപ്പമാർഗ്ഗം ഇത് 3 കൂടെ പ്ലസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് എളുപ്പമാർഗ്ഗം ഇത് 3 കൂടെ പ്ലസ് ചെയ്യാം. മനസ്സിൽ പ്ലസ് ചെയ്താൽ മതി. ഇനി അല്ലാത്തൊരു സൈഡിൽ പ്ലസ് ചെയ്യുക. എത്ര? 57, 5.7, 570. ഇവിടെ ഈ 5.7 ഒരു ദശാംശ സ്ഥാനം ഉള്ളതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരു ദശാംശ സ്ഥാനം കാണിച്ച് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 632.7. അപ്പോൾ ഇത് 3 കൂടെ പ്ലസ് ചെയ്തപ്പോൾ 632.7 കിട്ടി. ഇനി ആ മൈനസ് എത്ര? 0.57 അവിടെ കിടപ്പുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇവ നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. നോക്കി 632.7 പൂജ്യത്തിൽ നിന്ന് 0.57 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. കിട്ടിയോ? സബ്ട്രാക്ട് ചെയ്യാനൊക്കെ അറിയാൻ തോന്നുന്നു. അറിയാൻ പറ്റവർ നോക്കിയാൽ നമ്മൾ ദശാംശത്തിൻ്റെ അഡീഷൻ സബ്ട്രാക്ഷനൊക്കെ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അത് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ആൻസർ 632.13 കിട്ടാം. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ നമ്മുടെ ഏത് ഓപ്ഷനാണ്? ബി ഓപ്ഷൻ നോക്കിക്കേണ്ട. 632.13 കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ. ചോദ്യം വായിക്കുക. √1 36/64 എത്ര? അത് കാണുമ്പോൾ തന്നെ നമുക്ക് വേറെ ആൻസറൊക്കെ തോന്നും. അങ്ങനെയൊന്നും അല്ല അത് ചെയ്യേണ്ടത്. അപ്പം നമുക്കതിന് ഒരു ചെറിയ 2-3 കാര്യം പഠിച്ചിട്ട് അങ്ങോട്ട് വന്ന് ചെയ്യാം. ആദ്യം നമുക്കിപ്പോൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഖ്യയും ഒരു സാധാ ഭിന്നവും കൂടെ തരുന്നതിനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുക. മിശ്ര ഭിന്നം. ഇയാൾ ഇങ്ങനെ ഭിന്ന സംഖ്യയാക്കി മാറ്റാൻ നമുക്ക്. അതിനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന ഡിനോമിനേറ്റർ 5 അങ്ങനെ തന്നെ ഇവിടെ കാണിച്ചേക്കണം കണ്ടോ. ഇനി ഈ 5ഉം ഈ 3ഉം കൂടെ ഇൻറ്റു ചെയ്യണം. 5 × 3 എത്ര? 15. ആ കിട്ടുന്നതിൻ്റെ കൂടെ ഈ 2 മുകളിലുള്ള ആൾ പ്ലസ് ചെയ്യണം. 15 + 2 17. ആ 17 നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഈ ഡിനോമിനേറ്റർ 5 ഇങ്ങനെ തന്നെ കാണിച്ചു. പിന്നെ ഇവർ തമ്മിൽ ഇങ്ങനെ 5 3 കൂടെ ഇൻറ്റു ചെയ്തു 15. അതിൻ്റെ കൂടെ ആ ന്യൂമറേറ്റർ എത്രയാണോ അത് പ്ലസ് ചെയ്യണം. 15 + 2 17. ആ 17 നമ്മുടെ ആൻസറിൻ്റെ ന്യൂമറേറ്റർ ആയിട്ട് കാണിക്കുന്നത്, മുകളിൽ കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനൊക്കെ ഇതുപോലെ ഒന്ന് പറയണേ. 7 3/7. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഈ വന്നിരിക്കുന്ന ഡിനോമിനേറ്റർ എന്താണോ അതിവിടെ കാണിക്കണം. 7 എന്ന് കാണിച്ചു. ഇനി എന്താണ്? ഇവർ തമ്മിൽ ഗുണിക്കണം. 7 × 7 49. 49ൻ്റെ കൂടെ ഈ 3 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 52 എന്ന് വരും. മനസ്സിലായോ? അടുത്ത ഇതുപോലെ എന്ന് പറഞ്ഞേ
11 1/8 എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ 8 ഈ ഡിനോമിനേറ്ററിനെ ഇവിടെ കാണിക്കണം. ഇനി എന്താണ്? ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്യണം അല്ലേ? 11 8 കൂടെ ഇൻറ്റു ചെയ്യണം. 11 × 8 88. ആ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 89. അപ്പോൾ 89 മുകളിൽ വരും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഫ്രാക്ഷനാക്കി കാണിക്കുന്നത്. അതുപോലെ തിരിച്ചും കൂടെ പഠിക്കാനുണ്ട്. എങ്ങനെയാണ്? നമുക്കൊരു ഫ്രാക്ഷൻ അഥവാ നമുക്ക് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയും. വിഷമഭിന്നം, മുകളിൽ വലിയ സംഖ്യ വരുന്ന ഭിന്നം. അങ്ങനെയുള്ള ഭിന്നങ്ങളെയാണ് നമ്മൾ മിശ്ര ഭിന്നമാക്കുക. അപ്പോൾ അങ്ങനെ ഒരാൾ കണ്ടോ, 7 താഴെ, ചെറിയ ആളാണ് താഴെ വന്നിരിക്കുന്നത്, മുകളിൽ വലിയ ആളാണ്. ഈ ആളെ നമുക്ക് മിശ്ര ഭിന്നമാകാം. എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 2/5 എന്നോ 7 3/7 എന്നൊക്കെ എഴുതുന്ന പോലെ മാറ്റി എഴുതണം. മിശ്ര ഭിന്നമാക്കി എഴുതണം. എന്ത് ചെയ്യണം? അത് നമ്മൾ ചെയ്യുന്ന പരിപാടി നോക്കണം. നമ്മൾ സൈഡിൽ കളവൊന്നും വരക്കില്ല. നമ്മൾ ചെയ്യുന്ന ഡിനോമിനേറ്ററിൽ 7 അങ്ങനെ തന്നെ കാണിക്കുക. ഇനി ഈ 45 കണ്ടോ, 45ൽ 7ന്റെ പട്ടിക എന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തേ. 7 7 7 14 അങ്ങനെ കൗണ്ട് ചെയ്തേ. എത്ര പ്രാവശ്യമുണ്ട് 45ൽ 7? 6 പ്രാവശ്യം ഉണ്ടല്ലേ? 45നെ അപ്പോൾ കട്ട് ചെയ്ത് ഞാൻ 45ൽ എത്ര പ്രാവശ്യമുണ്ട്? 6 തവണയുണ്ട്. 7 6 42 അറിയാലോ. 6 തവണയുണ്ട്. അപ്പോൾ 6 ഈ 6 തവണ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ 6നെ നമ്മളിത് ഇവിടെ കാണിക്കണം. കണ്ടോ, 6നെ കൊണ്ട് കാണിച്ചോണ്ടേ. ഇനി പറ, 6 തവണ എന്ന് പറയുമ്പോൾ 7 6 42 എന്നല്ലേ വന്നുള്ളൂ. പട്ടിക ചൊല്ലുമ്പോൾ 42 വരെ വരുന്നുള്ളൂ. ഇവിടെ 45 കിടപ്പുണ്ട് അല്ലേ? ഇവിടെ 45 കിടപ്പുണ്ട്. അപ്പോൾ ഈ നമ്മൾ പട്ടിക ചൊല്ലിയ 42നേക്കാളും 3 കൂടുതലല്ലേ ഇവിടെ? ആ കൂടുതലുള്ള 3 നമ്മൾ 7ന് മേളിൽ കൊണ്ട് കാണിച്ചാൽ മതി. കണ്ടോ, നമ്മൾ സൈഡിൽ കൊണ്ട് വരച്ച് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒന്നുകൂടെ വേറെ നോക്കാം. 25/3 എന്ത് ചെയ്യണം? നമ്മൾ 3 അങ്ങനെ തന്നെ കാണിച്ചു. 3ന്റെ പട്ടിക ചൊല്ലിക്കേ. 25ൽ എത്ര പ്രാവശ്യം ഉണ്ട്? 25ൽ എത്ര പ്രാവശ്യം വരും നോക്കിയേ. 25 അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി കേട്ടോ. 25നെ വെട്ടി. എത്ര? 3ന്റെ പട്ടികയിൽ എത്ര പ്രാവശ്യം ഉണ്ട്? 8 പ്രാവശ്യം ഉണ്ട് അല്ലേ? 3 24 എന്നറിയാലോ. അപ്പോൾ 8 തവണ. 8 തവണ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ 8 എന്ന് കാണിച്ചേക്കാം കേട്ടോ. ഇനി പറ, 3 എത്രയാ? 24 ആണ്. അപ്പോൾ പട്ടിക ചിലപ്പോൾ 24 വന്നിട്ടുള്ളൂ അല്ലേ? ടേബിളിൽ 24 വരെ വന്നിട്ടുള്ളൂ. ഇവിടെ 25 കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചൊല്ലിയ ടേബിളിനേക്കാൾ 1 കൂടുതലല്ലേ ഇവിടെ? ആ എത്രയാണോ കൂടുതൽ, ആ കൂടുതലുള്ള ആൾ നമ്മളിവിടെ കാണിച്ചേക്കാം. ഇവിടെ കാണിച്ചേക്കാം കേട്ടോ. 1 കൂടുതലാണ്. ഞാനപ്പോൾ 1 കാണിച്ചു. അപ്പോൾ 8 1/3. അതുപോലെ അടുത്ത കൂടെ പറ, 31/4 എന്ന് പറഞ്ഞേ. എങ്ങനെ? നമ്മൾ 4 അങ്ങനെ തന്നെ കാണിക്കണം. ഇനി 31 4 കൂടെ വെട്ട്. 31ൽ എത്ര പ്രാവശ്യമുണ്ട്? 4. 4ന്റെ പട്ടികയിലേക്ക് 7 തവണ വരുന്നുണ്ടല്ലേ? ആ 7 നമ്മളിവിടെ കൊണ്ടേ കാണിച്ചു. ഇനി 7 4 28 എന്നല്ലേ പഠിച്ചിരിക്കുന്നത്? 28 എന്നേ വന്നുള്ളൂ. ഈ 28നേക്കാളും എത്ര കൂടുതലാണ് ഇവിടെ? 31ൽ 3 കൂടുതലാണ്. അപ്പോൾ 3 ഇവിടെ കാണിക്കണം. ഇത്രയും കാര്യം അറിഞ്ഞാലും നമ്മുടെ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ചോദ്യം ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മുടെ ചോദ്യം? ഞാൻ ഇങ്ങോട്ട് എഴുതിയിടുക കണ്ടോ. നമ്മുടെ ഈ ചോദ്യം ഞാൻ ഇങ്ങോട്ട് എഴുതിയേ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. എന്ത് ചെയ്യണം? ഈ 64 1 കൂടെ ഗുണിക്കുക. 64 × 1 64 പ്ലസ് 36. അപ്പോൾ എത്ര? 64 പ്ലസ് 36 100 എന്ന് വന്നില്ലേ? അപ്പോൾ നമുക്ക് ആ റൂട്ടിനകത്ത് അങ്ങനെ തന്നെ വരും അല്ലേ? റൂട്ട് അങ്ങനെ തന്നെ വരും. 100 എന്ന് വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായോ? 64 × 1 64 പ്ലസ് 36. ആ ഡിനോമിനേറ്റർ 64 യാതൊരു മാറ്റവും ഇല്ല. അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഉണ്ടോ? അപ്പോൾ റൂട്ട് ഓഫ് 100/64 എന്നാണ് ഇയാളുടെ അർത്ഥം. നമുക്ക് ഇയാളും ചെറുതാക്കാം. 2ന്റെ റൂട്ട് പറഞ്ഞു. 100ന്റെ റൂട്ട് എത്രയാണ്? 10. 64ന്റെ റൂട്ട് എത്രയാണ്? 8. 2ന്റെ വർഗ്ഗമൂലം എടുത്തു. ഉണ്ടോ? ഈ 10 വെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. രണ്ടും 2ന്റെ പട്ടികയിൽ നമുക്ക് ചെറുതാക്കാം. 10 എന്ന് പറയുന്നതും 2ന്റെ പട്ടികയിൽ വരുന്നതാണ്. 8 എന്ന് പറയുന്ന ആളും 2ന്റെ പട്ടികയിൽ വരുന്നത്. രണ്ടുപേരും ചെറുതാക്കി. 10നെ ഒന്ന് വെട്ടിക്കേ. 10നകത്ത് എത്ര പ്രാവശ്യമുണ്ട്? 2 5 തവണ. 8നകത്ത് എത്ര പ്രാവശ്യമുണ്ട്? 4 തവണ. അപ്പം 10/8 എന്ന് പറഞ്ഞേക്കാൻ നല്ലത് 5/4 എന്ന് പറയുന്നതാണ്. നമുക്കിവിടെ എപ്പോഴും ചെറിയ ഫോമിൽ വേണം നമുക്ക് ചെയ്യാൻ. ഇനി 5/4 നമ്മൾ നോക്കുമ്പോൾ ഈ 4 എന്ന് പറയുന്ന താഴെ വന്നിരിക്കുന്നതിനേക്കാളും വലിയ സംഖ്യയാണ് മുകളിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇയാളെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ ആക്കാം. 5/4 കണ്ടോ, മിക്സഡ്. അങ്ങനെ മുകളിൽ വലിയ സംഖ്യ വരുമ്പോഴാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുന്നത്. പറ, ഇപ്പോൾ പഠിച്ചല്ലേ ഉള്ളൂ. എങ്ങനെയാണ് പഠിച്ചത്? ഈ 5നെ വെട്ടണം വേണ്ടേ? 5നെ വെട്ടിയിട്ട് പറ. 5നെ വെട്ടിയിട്ട് എങ്ങനെ പറയണം? ഈ 4 എത്ര പ്രാവശ്യം വരുന്നുണ്ട്? ഒരു തവണയിലേ വരുന്നുള്ളൂ. 1 4 4 4 എന്നല്ലേ വരുന്നുള്ളൂ. മിച്ചം എത്രയുണ്ട്? ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഒരു മിച്ചം 1 ഇല്ലേ? 1 അവിടെ കാണിച്ചു. അപ്പോൾ ആൻസർ എത്രയാണ്? 1 1/4. കേട്ടോ, വന്നതുപോലെ പറ. 1 ഇവിടെയുണ്ട് കണ്ടോ, 1 അവിടെ ഉണ്ട്. പിന്നെ എത്രയുണ്ട്? മുകളിലൊരു 1 മിച്ചം വന്നു, താഴെ ഒരു 4 വന്നു. കണ്ടോ? അപ്പോൾ 1 1/4 എന്ന് വന്നു. നമ്മുടെ ഡി ഓപ്ഷനിലോട്ട് നോക്കിക്കേ, നമ്മുടെ ആൻസർ കിടപ്പുണ്ട്. ഓക്കെ ആണേ?
ചോദ്യം വായിക്കുക. 2/1000 മൈനസ് 2/999 എത്ര? ഇതാണ് ചോദ്യം. നമുക്ക് ആ ചോദ്യം ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം ഇതാണ്. നമുക്ക് ചോദ്യം ഒന്ന് അങ്ങോട്ട് ആദ്യം എഴുതിയിടാം അല്ലേ. 2/1000 മൈനസ് 2/999. അപ്പോൾ നമ്മൾ ഈ രണ്ടാളിലും പൊതുവായിട്ടുള്ളത് എന്ത് എന്നറിയാം. ഈ 2/1000 എന്ന് വെച്ചാൽ എന്താണ്? 2/999 എന്ന് പറയുന്ന ഒരെണ്ണത്തിൻ്റെ കൂടെ വീണ്ടും ഒരു രണ്ട് കൂടെ ചേരുമ്പോഴാണ് എന്താകുന്നത്? 2/1000 ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ 2/1000 എന്നെടുക്കുമ്പോഴും 2/999 വരുന്നുണ്ട്. ഈ അല്ലാതെ ഒരു 2/999 കിടപ്പുണ്ട് താനും. അപ്പം നമ്മൾ ഈ രണ്ടിൻ്റെ അകത്തു നിന്നും പൊതുവായിട്ട് ഒരാളെ പുറത്തെടുക്കണം. പൊതുവായിട്ട് എടുക്കുന്ന എപ്പോഴും ഇങ്ങനെയുള്ള പവർ തരുമ്പോൾ ചെറിയ ആളായിരിക്കും പൊതുവായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇയാളിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യണം. ഈ 2/1000 എന്ന് പറയുന്ന ആൾ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം നോക്കിക്കേ. 2/999 ഇൻറ്റു പിന്നെ ഒരു രണ്ടും കൂടെ ചേരും. അതാണ് 2/1. a/m ഇൻറ്റു a/n എന്ന് വെച്ചാൽ a/m+n എന്നാണ്. അപ്പോൾ 2/999 ഇൻറ്റു 2/1 എന്ന് വെച്ചാൽ 2/1000 എന്നർത്ഥം. അപ്പോൾ ഈ 2/1000 നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ആ മൈനസ് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി 2/999 എന്ത് ചെയ്യണം? അതിനൊന്നും ചെയ്യേണ്ട. 2/999 എഴുതുക. ഏതൊരു സംഖ്യ എഴുതുമ്പോഴും അയാളുടെ കൂടെ ഒരു ഇൻറ്റു 1 കിടപ്പുണ്ട്. ഇപ്പോൾ 5 എന്ന് കാണിച്ചാൽ 5 × 1 എന്നാണ്. 5 × 1 എന്ന് വെച്ചാൽ 5 തന്നെയാണ്. അപ്പോൾ ഏതൊരു സംഖ്യ കാണിച്ചാലും ഇൻറ്റു 1 ഉണ്ട്. എന്തിനങ്ങനെ കാണിച്ചതെന്നറിയാമോ? ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ടേമാണ്. ഇൻറ്റു ടേമിനെ ഒന്നായിട്ട് എടുക്കണം. ഇതും ഒരു ടേമാണ്. ഈ രണ്ട് ടേമിലും പൊതുവായിട്ട് എന്തുണ്ട്? 2/999 പൊതുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിലും 2/999 ഞാൻ രണ്ടിനകത്ത് ആ 2/999 പുറത്തെടുക്കുക. കണ്ടോ? പുറത്തെടുത്തപ്പോൾ എനിക്ക് എത്ര കിട്ടി? പറഞ്ഞു. ഇവിടുന്ന് 2/999 വെട്ടിക്കളഞ്ഞു. മിച്ചം എന്ത് മാത്രമേ ഉള്ളൂ? 2/1 മാത്രമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഇത് പോയാൽ എന്തുണ്ട്? കണ്ടോ? അപ്പോൾ ഈ 2/999 പുറത്തേക്ക് എടുത്തു. മിച്ചമുള്ളത് പറയാം. ഇവിടെ 2/1, അതിനെ 2 പറയാം. ആ മൈനസ് ചിഹ്നം നടുക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ മിച്ചം ആരുണ്ട്? 1 കാണിച്ചിട്ടുണ്ട്. കിട്ടിയോ? അപ്പോൾ അതിങ്ങനെ കാണിക്കാനുള്ള കാര്യം രണ്ടിലും പൊതുവായിട്ട് ആരുണ്ട് അയാളിൽ നിന്ന് പുറത്തെടുക്കാനാണ് നമ്മൾ എടുത്തത്. രണ്ടിലും പൊതുവായിട്ടുള്ള ആരാന്ന് മനസ്സിലായത്? ഇവിടെ 2/999, ഇവിടെയും 2/999 പുറത്തു പോയി. ഇവിടെ 2/999 മിച്ചം 2/1, അതാണ് ഈ 2 കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു 1 മിച്ചമുണ്ട്, അതേ 1 തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി ആ 2/999 അങ്ങനെ തന്നെ നടക്കട്ടെ. ഈ ബ്രാക്കറ്റ് ഉള്ളത് നോക്കിക്കുക. 2 - 1 എന്ന് വെച്ചാൽ 1 അല്ലേ? അപ്പോൾ ആൻസർ ഇൻറ്റു 1. 1 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര? ഏത് സംഖ്യനെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ ആ സംഖ്യ തന്നെ. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര? 2/999 തന്നെയാണ് ആൻസർ. നമ്മുടെ ഡി ഓപ്ഷനിലോട്ട് നോക്കിയാൽ ഉണ്ടോ? ഡി ഓപ്ഷൻ നോക്കിയാൽ 2/999 കാണാം. അതാണ് നമ്മുടെ ആൻസർ. ചോദ്യം വായിക്കുക. 1/n + 2/n + 3/n + 4/n + എക്സെട്ര + n/n എത്ര? അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രണ്ട് കാര്യം നമുക്കൊന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനോട്ട് വരാം. ആദ്യം 1 + 2 + 3 + എക്സെട്ര n എത്ര എന്ന് വെച്ചാൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് വെച്ചാൽ എന്തെന്ന് പറയണം? n × n + 1/2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. കിട്ടിയോ? അതാണ് അതിൻ്റെ ഇക്വേഷൻ. n × n + 1/2. ഇനി നമുക്ക് അതിനോട് ഒരു കാര്യം. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുന്ന രണ്ട് തരത്തിൽ പഠിക്കണം കേട്ടോ. എന്താണ്? 1 + 2 + 3 + എക്സെട്ര n എന്ന് പറയുന്നതും പഠിക്കണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഇക്വേഷൻ. n × n + 1/2. ഇതൊരു ഇക്വേഷൻ പഠിക്കണം. ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ ഈ ഫ്രാക്ഷൻ. ഞാനിവിടെ കുറച്ച് ഒരേപോലെ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസിൻ്റെ കാര്യം പറയാം. നോക്കി. 7/3 ഉണ്ടോ? +4/3 +2/3 +1/3 ഇങ്ങനെ കുറേ സാധനം. ഏതായാലും ഡിനോമിനേറ്റർ കണ്ടോ നിങ്ങൾ? എല്ലാം ഡിനോമിനേറ്റർ എത്രയാണ്? 3 ആണ്. അങ്ങനെ കോമൺ ഡിനോമിനേറ്റർ എല്ലാ ഛേദങ്ങളും ഡിനോമിനേറ്ററും ഒരുപോലെ വന്നാൽ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കണം. 3 എന്ന് കാണിക്കണം. കണ്ടോ? കോമൺ ആയിട്ട് എല്ലാം പൊതുവായിട്ട് വന്നാൽ ഒരൊറ്റ ഒരാളെ കാണിക്കണം. ഇനി മുകളിൽ എന്താ ഉള്ളത്? എല്ലാം കൂടെ കണ്ടോ? 7 + 4 + 2 + 1 അത്രയേ ഉള്ളൂ. ഉണ്ടോ? 7 + 4 + 2 + 1 എല്ലാം കൂടെ പ്ലസ് ചെയ്യുക. എന്താണോ പറഞ്ഞിരിക്കുന്നത് ചെയ്യുക. അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഒരേപോലെ ഡിനോമിനേറ്റർ വന്നാൽ നമ്മൾ ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കുക, മുകളിലുള്ള എല്ലാം കൂടെ പ്ലസ് ചെയ്ത് കാണിക്കുക.
പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണ് എന്താ ചിഹ്നം അവിടെ ഉള്ളത് കാണിച്ചേക്കുക. ഇനി നമ്മൾ വെറുതെ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ ചെയ്യുക. 7 + 4 + 2 + 11 എത്രയാണ്? അതങ്ങോട്ട് കാണിക്കുക. 14/3 എന്ന ആൻസർ ഉണ്ടോ? ഇത് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ വേണം. ആ രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വീണ്ടും വരാം. നമ്മുടെ ചോദ്യം വീണ്ടും പറയുന്നത് 1/n + 2/n + 3/n 4/n + etc. n/n. ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതിയിടുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? n എന്നാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നേ, എല്ലാ ഡിനോമിനേറ്ററും ഒരുപോലെയാണെങ്കിൽ ഇപ്പം പഠിച്ചതിലേ ഉള്ളൂ, ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കണം വേണ്ടേ? എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യണം? ഈ വന്നിരിക്കുന്ന ആൾ 1 + 2 + 3 + 4 + n എന്ന് കാണിക്കണം കേട്ടോ. അതാണ് ഞാൻ മുകളിൽ കാണിച്ചിട്ടുണ്ട്. 1 + 2 + 3 + 4 + etc. n എന്ന് കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ n കണ്ടോ? ഈ n ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന n-നെ ഞാൻ ആദ്യം കാണിക്കുന്നു 1/n എന്ന് കാണിക്കുന്നു. മനസ്സിലായല്ലോ? ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന n-നെ ഞാൻ കാണിക്കുന്നു 1/n എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നോക്കിക്കേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി നിങ്ങൾ കണ്ടോ ഈ മുകളിൽ വന്നിരിക്കുന്ന ആൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ് ഈ മുകളിൽ വന്നിരിക്കുന്നത്? 1 + 2 + 3 + 4 + etc. + n എന്ന് വെച്ചാൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? n × n + 1/2 നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ആ ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കുക. ഇവിടുത്തെ ഈ n പഠിക്കണം. ഈ n നമുക്ക് വെട്ടിക്കളയാം. ഒരാൾ മുകളിലും ഒരാൾ താഴെയുള്ളതുകൊണ്ട് വെട്ടിക്കളയാം കേട്ടോ. അപ്പം ഒരു n നമ്മൾ വെട്ടിക്കളഞ്ഞല്ലോ. മിച്ചം എത്രയുണ്ട്? n + 1/2. അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഡി ഓപ്ഷൻ നോക്കിക്കേ, n + 1/2 എന്ന് കിടക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ചോദ്യം വായിക്കുക. 1/n + 2/n + 3/n + 4/n + etc. + n/n എത്ര? അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ചെറിയ രണ്ട് കാര്യം നമുക്കൊന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിനോട്ട് വരാം. ആദ്യം 1 + 2 + 3 + etc. n എത്ര എന്ന് വെച്ചാൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് വെച്ചാൽ എന്തെന്ന് പറയണം? n × n + 1/2 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. കിട്ടിയോ? അതാണ് അതിൻ്റെ ഇക്വേഷൻ, n × n + 1/2. ഇനി നമുക്ക് അതിനോട് ഒരു കാര്യം, അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ പഠിക്കുന്ന രണ്ട് തരത്തിൽ പഠിക്കണം കേട്ടോ. എന്താണ്? 1 + 2 + 3 + etc. n എന്ന് പറയുന്നതും പഠിക്കണം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ഇത് തന്നെ ഇക്വേഷൻ, n × n + 1/2. ഇതൊരു ഇക്വേഷൻ പഠിക്കണം. ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ ഈ ഫ്രാക്ഷൻ, ഞാനിവിടെ കുറച്ച് ഒരേപോലെ ഡിനോമിനേറ്റർ ഉള്ള ഫ്രാക്ഷൻസിൻ്റെ കാര്യം പറയാം. നോക്കി, 7/3 ഉണ്ടോ, +4/3 +2/3 +1/3 ഇങ്ങനെ കുറേ സാധനം. ഏതായാലും ഡിനോമിനേറ്റർ കണ്ടോ നിങ്ങൾ? എല്ലാം ഡിനോമിനേറ്റർ എത്രയാണ്? 3 ആണ്. അങ്ങനെ കോമൺ ഡിനോമിനേറ്റർ, എല്ലാ ഛേദങ്ങളും ഡിനോമിനേറ്ററും ഒരുപോലെ വന്നാൽ നമ്മൾ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുക? ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കണം, 3 എന്ന് കാണിക്കണം. കണ്ടോ? കോമൺ ആയിട്ട് എല്ലാം പൊതുവായിട്ട് വന്നാൽ ഒരൊറ്റ ഒരാളെ കാണിക്കണം. ഇനി മുകളിൽ എന്താ ഉള്ളത്? എല്ലാം കൂടെ കണ്ടോ? 7 + 4 + 2 + 1 അത്രയേ ഉള്ളൂ. കണ്ടോ? 7 + 4 + 2 + 1 എല്ലാം കൂടെ പ്ലസ് ചെയ്യുക. എന്താണോ പറഞ്ഞിരിക്കുന്നത് ചെയ്യുക. അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഒരേപോലെ ഡിനോമിനേറ്റർ വന്നാൽ നമ്മൾ ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കുക, മുകളിലുള്ള എല്ലാം കൂടെ പ്ലസ് ചെയ്ത് കാണിക്കുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണ് എന്താ ചിഹ്നം അവിടെ ഉള്ളത് കാണിച്ചേക്കുക. ഇനി നമ്മൾ വെറുതെ സിംപ്ലിഫൈ ചെയ്യുന്ന പോലെ ചെയ്യുക. 7 + 4 + 2 + 11 എത്രയാണ്? അതങ്ങോട്ട് കാണിക്കുക. 14/3 എന്ന ആൻസർ ഉണ്ടോ? ഇത് രണ്ട് കാര്യങ്ങൾ നമുക്കിവിടെ വേണം. ആ രണ്ട് കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് വീണ്ടും വരാം. നമ്മുടെ ചോദ്യം വീണ്ടും പറയുന്നത് 1/n + 2/n + 3/n 4/n + etc. n/n. ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ഇങ്ങോട്ട് എഴുതിയിടുകയാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കി ശ്രദ്ധിച്ച് എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? n എന്നാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞൊരു കാര്യം കൊണ്ടുവന്നേ, എല്ലാ ഡിനോമിനേറ്ററും ഒരുപോലെയാണെങ്കിൽ ഇപ്പം പഠിച്ചതിലേ ഉള്ളൂ, ഒറ്റ ഡിനോമിനേറ്റർ കാണിക്കണം വേണ്ടേ? എന്നിട്ട് മുകളിൽ എന്ത് ചെയ്യണം? ഈ വന്നിരിക്കുന്ന ആൾ 1 + 2 + 3 + 4 + n എന്ന് കാണിക്കണം കേട്ടോ. അതാണ് ഞാൻ മുകളിൽ കാണിച്ചിട്ടുണ്ട്. 1 + 2 + 3 + 4 + etc. n എന്ന് കാണിച്ചിട്ടുണ്ട്. അത് മനസ്സിലായി കാണുമല്ലോ. ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ n കണ്ടോ? ഈ n ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന n-നെ ഞാൻ ആദ്യം കാണിക്കുന്നു 1/n എന്ന് കാണിക്കുന്നു. മനസ്സിലായല്ലോ? ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന n-നെ ഞാൻ കാണിക്കുന്നു 1/n എന്ന് കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണ് നോക്കിക്കേ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇനി നിങ്ങൾ കണ്ടോ ഈ മുകളിൽ വന്നിരിക്കുന്ന ആൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ് ഈ മുകളിൽ വന്നിരിക്കുന്നത്? 1 + 2 + 3 + 4 + etc. n എന്ന് വെച്ചാൽ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക. എന്തായിരുന്നു അതിൻ്റെ ഇക്വേഷൻ? n × n + 1/2 നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ആ ഇക്വേഷൻ അങ്ങോട്ട് കൊടുക്കുക. ഇവിടുത്തെ ഈ n പഠിക്കണം. ഈ n നമുക്ക് വെട്ടിക്കളയാം. ഒരാൾ മുകളിലും ഒരാൾ താഴെയുള്ളതുകൊണ്ട് വെട്ടിക്കളയാം കേട്ടോ. അപ്പം ഒരു n നമ്മൾ വെട്ടിക്കളഞ്ഞല്ലോ. മിച്ചം എത്രയുണ്ട്? n + 1/2. അതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ ഡി ഓപ്ഷൻ നോക്കിക്കേ, n + 1/2 എന്ന് കിടക്കുന്നുണ്ടോ? അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ.
ചോദ്യം വായിക്കുക. 10.1 ക്യൂബ് പ്ലസ് 2.9 ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 10.1 ഇൻറ്റു 10.1 പ്ലസ് 2.9 ഇൻറ്റു 2.9 മൈനസ് 29.29 ലഘൂകരിച്ചാൽ കിട്ടുന്നത് എത്ര? ഇത് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഇക്വേഷൻ അറിയണം. ഇവിടെ നമ്മുടെ ഇക്വേഷൻസ് a+b² തുടങ്ങുന്ന കുറേ ഇക്വേഷൻസ് ഉണ്ട്. ഇതിൽ ഈ ഒരു ചോദ്യത്തിന് വേണ്ടി മാത്രമുള്ള ഇക്വേഷൻ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. നമ്മൾ ഇതാണ് ഇക്വേഷൻ. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ a+b ഇൻറ്റു a² മൈനസ് ab പ്ലസ് b² എന്നാണ് ആ ഇക്വേഷൻ. a ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ഫോമാണ് കണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇക്വേഷൻ. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വേർഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അതിങ്ങനെയാണ്: a ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ, താഴെ വരുന്നിരിക്കുന്ന ടേം നോക്കിക്കോണേ, a² മൈനസ് ab പ്ലസ് b². അപ്പോൾ ഇങ്ങനെ ഒരു ഫോർമാറ്റ് കണ്ടല്ലോ, മുകളിൽ a ക്യൂബ് പ്ലസ് ബി ക്യൂബ്, താഴെ a² മൈനസ് ab പ്ലസ് b² എന്ന് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടോ, ഈ a ക്യൂബിൽ നിന്നുള്ള എയും ബി ക്യൂബിൽ നിന്നുള്ള ബിയും മാത്രം എടുത്ത് a+b എന്ന് ആൻസർ എഴുതാം. ഉണ്ടോ, ആ ഇക്വേഷൻ ഒന്ന് മറന്നുപോലെ നല്ലൊരു ഇക്വേഷൻ കൂടിയാണ് a+b. അപ്പോൾ ഇങ്ങനൊരു ഫോർമാറ്റ് കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ഫോർമാറ്റ് കറക്റ്റ് വന്നാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് മറന്നുപോലെ ആ ഒരു കറക്റ്റ് ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തോണം. അത്രയും വന്നാൽ മാത്രമേ a+b എന്ന് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. എങ്കിൽ നമ്മുടെ ക്വസ്റ്റിനോട്ട് വരാം. വീണ്ടും ആ ചോദ്യം ഞാൻ കണ്ടു. ആ ചോദ്യം ഞാൻ താഴത്തേക്ക് എഴുതിയെടുക്കുകയാണ്. നമ്മുടെ ഈ ചോദ്യം ഞാനൊന്ന് താഴത്തേക്ക് ആദ്യം എഴുതുകയാണ്. ചോദ്യം കണ്ടല്ലോ, നമ്മൾ ചോദ്യം വായിച്ചായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ആദ്യം ആ മുകളിൽ വന്നിരിക്കുന്നുണ്ടോ, അതിനൊന്നും ചെയ്യേണ്ട, കറക്റ്റ് ഫോർമാറ്റ് കിടക്കണ്ട. 10.1 ക്യൂബ് പ്ലസ് 2.9 ക്യൂബ് എന്ന് പറയുന്ന ആൾ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ തന്നെ. ഡിവൈഡഡ് ബൈ, ഇനി താഴെ ഡിനോമിനേറ്ററാണ് കാര്യം. ആദ്യം ഇവിടെ കണ്ടത് ഈ ഞാൻ റൗണ്ട് ചെയ്യുന്ന നോക്കിക്കണം. 10.1 ഇൻറ്റു 10.1 എന്നുള്ളത് എന്ത് ചെയ്യാം? 10.1² എന്ന് കാണിക്കാം. കണ്ടോ, അത് ഞാൻ കാണിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഈ രണ്ടാമത്തെ ആൾ കണ്ട, ഈ തൊട്ടടുത്ത് കിടക്കുന്ന ആൾ, ഈ ആളെ ഞാൻ അങ്ങനെ കാണിക്കാം. കണ്ടാ, പ്ലസ് അവിടെ തന്നെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഈ 2.9 ഇൻറ്റു 2.9 എന്ന് വെച്ചാൽ ആരാ? 2.9ൻ്റെ സ്ക്വയർ എന്നല്ലേ, അതും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ആളെയും കാണിച്ചു. ഇനിയാണ് നമ്മളവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നമുക്കിനി മൂന്നാമതൊരു ടേം ഉണ്ട്. ഏതാ? ഈ ഒരു ടേം. എൻ്റെ മൈനസ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട്. ഈ 29.29 എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? അത് നിങ്ങൾ ഓർത്തിന്നോണം. അത് നിങ്ങൾ സംശയമുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന രണ്ട് ടേം ഏതൊക്കെയാണെന്ന് നോക്കി. 10.1 പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ 2.9 എന്ന് പറയുന്ന ആൾ. ഇവ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന ആളാണ് എത്ര? ഈ 29.29 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 29.29 എന്നുള്ളത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. എങ്ങനെ? ഇതിങ്ങനെ കാണിക്കാം. കേട്ടോ, 10.1 ഇൻറ്റു 2.9 ഇത് 2.9 എന്ന് കാണിക്കാം. അത് മാത്രമാണ് അവിടുത്തെ ഒരു കാര്യം. ബാക്കിയെല്ലാം കറക്റ്റ് മെത്തേഡാണ്. അപ്പോൾ മുകളിൽ കിടക്കേണ്ടത് ഇപ്പോൾ കറക്റ്റ് ഇക്വേഷൻ ഫോർമാറ്റായി. അപ്പോൾ a ക്യൂബ്, ഇത് നമുക്ക് a ക്യൂബ് പ്ലസ് ബി ക്യൂബ്, താഴെ a², ഇത് ab, ഇത് b². നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ ആയില്ലേ? എങ്കിൽ നമുക്ക് ഇയാൾ ഷോർട്ട് ഫോം എങ്ങനെ പറയാമെന്ന് പഠിപ്പിച്ചാന്ന്? a+b എന്ന് പറയാമെന്നാണ് നമ്മൾ പറഞ്ഞതല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയാൾ എങ്ങനെ പറയാമെന്ന് പറഞ്ഞത്? നമുക്കിതിങ്ങനെ പറയാം. ആ 10.1 ക്യൂബിൻ്റെ അകത്ത് നിന്ന് 10.1 എടുക്കണം, പ്ലസ് 2.9 ക്യൂബിൻ്റെ അകത്ത് നിന്ന് 2.9 എടുക്കണം. ഉണ്ടോ? അപ്പോൾ തമ്മിലൊന്ന് പ്ലസ് ചെയ്താൽ മതി. നമുക്കൊന്ന് പ്ലസ് ചെയ്യാൻ കണ്ടോ, 10.1 2.9 കൂടെ ഒന്ന് പ്ലസ് ചെയ്ത് എത്ര കിട്ടും? നമുക്കപ്പോൾ കിട്ടുന്ന എത്രയായിരിക്കാം? 13 എന്ന് കിട്ടും. ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ, 13. നമ്മുടെ ആൻസർ കിട്ടി 13. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ ഡി ഓപ്ഷൻ കിടപ്പുണ്ട്. 13 എന്ന് ഡി ഓപ്ഷൻ കിടക്കുന്നുണ്ടോ? ഓക്കെ. ചോദ്യം വായിക്കുക. 100⁻³ ഇൻറ്റു 1000⁻5 = 10x ആയാൽ എക്സിൻ്റെ വില എത്ര? അപ്പോൾ ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യന് നമ്മൾ എക്സ്പോണൻ്റ് എന്ന് പറയുന്ന ഇതിൻ്റെ ലോ എല്ലാം നമ്മൾ പറഞ്ഞതാണ്. a⁻m ഇൻറ്റു a⁻n എന്നൊക്കെ പറഞ്ഞുള്ള ഇക്വേഷൻസ് പറഞ്ഞാണ്. അതൊന്നുകൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ആ ചോദ്യം ഒന്ന് ഇങ്ങോട്ട് താഴത്തേക്ക് എഴുതിയിടുക. നമ്മുടെ ഈ ചോദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണോ ഇതങ്ങോട്ട് ഞാൻ അങ്ങോട്ട് എഴുതിയിട്ട്, എന്താണ്? 100⁻³ ഇൻറ്റു 1000⁻5 = 10x. ഇവിടെ ഇത് 10 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 100നെയും 1000നെയൊക്കെ 10ലേക്ക് മാറ്റണം. 100നെ എങ്ങനെ 10ലേക്ക് മാറ്റും? 10ൻ്റെ സ്ക്വയറാണ് 100.
മനസ്സിലായോ? 100 എന്ന് വെച്ചാൽ 10ൻ്റെ സ്ക്വയറാണ്. പിന്നെ ഓർത്തിരിക്കാൻ വേറെ കാര്യം, 10 എന്ന് എഴുതിയിട്ട് എത്ര പൂജ്യം ഉണ്ട് ഇവിടെ? 2 പൂജ്യം. അപ്പോൾ സ്ക്വയറിന് കൊടുത്താലും മതി, അങ്ങനെ കൊടുത്താലും മതി കേട്ടോ. ആ ക്യൂബ് പുറത്തുണ്ട്. ഇൻറ്റു അതുപോലെ ഇപ്പോൾ 1000 എങ്ങനെ പറയും? 10 എന്ന് എഴുതിയിട്ട് 3 പൂജ്യം ഉണ്ട്, അപ്പോൾ 10ൻ്റെ ക്യൂബ് എന്ന് കാണിക്കണം. പിന്നെ 5 പുറത്തുണ്ട്, അപ്പോൾ 10⁻3 പിന്നെ ഒരു 5. അപ്പുറത്തുള്ള 10⁻x വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഒന്നുകൂടെ 100 എന്നുള്ളതിനെ 10 സ്ക്വയർ എന്ന് കാണിച്ചു, 1000 എന്നുള്ളതിന് 10 ക്യൂബ് എന്ന് കാണിച്ചു. വേറെ വ്യത്യാസങ്ങളൊന്നും നമ്മൾ മാറി, ഇത് രണ്ടും മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനി എന്താണ്? a⁻m ദ ഹോൾ റൈസ് ടു n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ വന്നാൽ എന്താണ് അർത്ഥം? നമ്മൾ പഠിച്ചാണ് a⁻mn. അപ്പോൾ ഈ 10⁻2 ഇൻറ്റു 3 എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? 10 ഈ 2 പവറും കൂടെ ഗുണിക്കണം, 10⁻6 എന്ന് വരും. ഇൻറ്റു ഇവിടെയും ഈ 3ഉം 5ഉം കൂടെ ഗുണിക്കണം, 10⁻15 എന്ന് വരും. ഈക്വൽ ടു 10⁻x അപ്പുറത്ത് തന്നെ ഉണ്ടോ? ഇനി ഇപ്പം ഈ കിടക്കുന്നത് ഏത് ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ്? അത് വേറൊരു ഫോർമാറ്റാണ് അല്ലേ? a⁻m ഇൻറ്റു a⁻n എന്ന് പറയുന്ന മോഡലിലാണ് കിടക്കുന്നത്. a⁻m ഇൻറ്റു a⁻n എന്ന് വെച്ചാൽ എത്ര? a⁻m+n എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര തന്നെ? 10 ഈ 15ഉം 6ഉം കൂടെ കൂട്ടണം, അപ്പോൾ എത്ര? 10⁻21 എന്ന് വരും. 10⁻21 10⁻x ഉണ്ടോ? ഇതിപ്പോൾ എന്താണ്? ഇവിടെ ഒരു 10 ഒരൊറ്റ ടൈമേ ഉള്ളൂ, 10. ഇവിടെയും ഒരു 10 മാത്രമേ ഉള്ളൂ, വേറെ 10കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും തുല്യമായതിനാൽ നമുക്കിത് പറയാം. ഇതങ്ങ് വെട്ടിക്കളയുന്നിട്ട് മനസ്സിൽ വിചാരിച്ചാൽ മതി. മിച്ചം എത്ര? ഇവിടെ ഒരു 21 ഒരു എക്സും ഉണ്ടോ? അപ്പോൾ എക്സ് എന്നുള്ള എത്രയായിട്ട് മാറും? 21 നമുക്ക് എടുക്കാം. കിട്ടിയോ? അപ്പം രണ്ട് സ്ഥലത്തും 10⁻21 10⁻x എന്ന് വന്നിരിക്കുന്നു, രണ്ട് സ്ഥലത്തും 10 അങ്ങോട്ട് കളയുക. അപ്പം 21 = x എന്ന് വരും, അഥവാ x = 21 എന്ന് വരും. നമ്മുടെ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് കാണാം, എ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ കിടപ്പുണ്ട്. എ എത്രയാണ്? 21 എന്ന് കിടപ്പുണ്ട്. ഓക്കെ, ചോദ്യം വായിക്കുക. 1 + 2 + 3 + എക്സെട്ര + 50 = 1275 എങ്കിൽ 3 + 6 + 9 + എക്സെട്ര + 150 എത്ര? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പലപ്പോഴും ഈ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതേപോലെ ഈ മോഡലിൽ തന്നെ 4-5 ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഞാനതിൽ ഒരെണ്ണമാണ് ഈ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ഒരെണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് നമുക്ക് തന്നിരിക്കുന്നത് ഞാൻ ഇങ്ങോട്ട് എഴുതിയാണ്ടോ. 1 + 2 + 3 + എക്സെട്ര + 50 = 1275. ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. കണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ എലമെൻ്റ് എന്താണ്? ഇവിടുത്തെ ആദ്യത്തെ സംഖ്യ നിങ്ങൾ നോക്കിയാൽ കാണാം. ആദ്യത്തെ സംഖ്യ 3 എന്ന് പറയുന്ന സംഖ്യ. ഈ 3 വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ആദ്യത്തെ സംഖ്യ 1 ആണ്. 1നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക ഉണ്ടോ? അപ്പോഴാണ് ഇവിടെയുള്ള ആദ്യത്തെ 3 വന്നിരിക്കുന്നത്. കണ്ടോ? ഇനി അടുത്ത സംഖ്യ ഇവിടെ 3 കൊണ്ട് ഗുണിച്ചുകൊണ്ട് ഇനി എല്ലാത്തിനെയും 3 കൊണ്ട് തന്നെ ഗുണിക്കണം. കേട്ടോ? 2 അതിനെ 3 കൊണ്ട് ഗുണിച്ചു, അപ്പോൾ എത്ര കിട്ടി? 6. 3 എന്ന് പറയുന്ന ആൾ അതിനെ 3 കൊണ്ട് ഗുണിച്ചു, 9 എക്സെട്ര അവിടെ കിടപ്പുണ്ട്. അവസാനം 50നെ 3 കൊണ്ട് ഗുണിച്ചു, 150. കണ്ടോ? അപ്പോൾ നോക്കിക്കുക, കറക്റ്റല്ലേ നോക്കിക്കുക വന്നിരിക്കുന്നത്. ഉണ്ടോ? 3, 6, 9 പ്ലസ് ഉണ്ടോ? അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ പ്ലസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ പ്ലസ് ആണ് വേണ്ടത്. ഉണ്ടോ? അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്തുകൊണ്ട് ഗുണിച്ചു? 3 കൊണ്ട് ഗുണിച്ചു. എല്ലാവരെയും 3 കൊണ്ട് ഗുണിച്ചെങ്കിൽ നമുക്ക് എളുപ്പമാർഗ്ഗം എന്താണ്? ഈ ആൻസറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ മതി. എത്രയാണ്? 1275 × 3. അതാണ് നമ്മുടെ ആൻസർ. ഉണ്ടോ? 1275 × 3. അപ്പോൾ ഒന്നുകൂടെ 1, 2, 3 എക്സെട്ര 50 1275 അപ്പോൾ ഈ ശ്രേണിയെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഉണ്ടോ? ഇവിടെ നിങ്ങൾ അങ്ങനെ ഇവിടെ നിന്ന് ഓർത്തുന്നോ? എന്താണ് അങ്ങനെ ഇവിടെ നിന്ന് ഓർത്തുന്നോ? ഈ ശ്രേണി എന്താ പ്രത്യേകത? ഈ ശ്രേണി നമുക്ക് തന്നിരിക്കുന്നത് 1, 2, 3 ഇവിടെയുള്ള 1നെയും 2നെയും 3നെയും 50 ഉൾപ്പെടെ എല്ലാത്തിനെയും 3 കൊണ്ട് ഗുണിച്ചപ്പോഴാണ് നമുക്കിത് ഈ ശ്രേണി കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മുടെ ആൻസറിനെയും 1275നെയും 3 കൊണ്ട് ഗുണിക്കണം. കേട്ടോ? അതാണ് നമ്മുടെ ആൻസർ. 1275 × 3 കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതെത്രയാണ്? 3825. നമ്മുടെ എ ഓപ്ഷൻ അവിടെ കിടപ്പുണ്ട്. ഉണ്ടോ? 3825. ഓക്കെ.